മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ് സമരം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ബസ് പണിമുടക്ക് നടക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. കോഴിക്കോട് ബേപ്പൂർ ലോഡ്ജിലെ കൊലപാതകത്തിൽ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. ബേപ്പൂർ സ്റ്റേഷനിലെ ഗ്രേഡ് SI, CPO എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കൊലപാതകം ഉണ്ടായെന്ന് അറിയിച്ചിട്ടും സ്ഥലത്തെത്താതിരുന്നതിനാണ് നടപടി. ബേപ്പൂർ ലോഡ്ജിലെ കൊലപാതകത്തിൽ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. ബേപ്പൂർ സ്റ്റേഷനിലെ ഗ്രേഡ് SI, CPO എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കൊലപാതകം ഉണ്ടായെന്ന് അറിയിച്ചിട്ടും സ്ഥലത്തെത്താതിരുന്നതിനാണ് നടപടി. അബിന പി ചിറക്കൽ ചേരുന്നു. അബിന, ലോഡ്ജിൽ കൊലപാതകം ഉണ്ടായെന്ന് അറിയിച്ചിട്ടും എത്താതിരുന്ന പോലീസുകാർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ദീപ്തി, മെയ് 24-നാണ് ഈ ഒരു കൊലപാതകം ബേപ്പൂർ ലോഡ്ജിൽ 3 സ്റ്റാർ ലോഡ്ജിൽ വെച്ച് ഉണ്ടാകുന്നത്. ഈ സംഭവം നടന്ന രാത്രി തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പക്ഷെ പോലീസ് സ്ഥലത്ത് എത്തിയില്ല എന്നൊരു ആരോപണമായിരുന്നു നേരത്തെ ഈ ഭാഗത്തുണ്ടായിരുന്ന ജീവനക്കാരും അതോടൊപ്പം തന്നെ നാട്ടുകാരെല്ലാം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. ഈ പ്രധാനമായും ഈ കേസ് അന്വേഷിച്ച്, അതായത് ഈ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഗ്രേഡ് ASI ആനന്ദൻ, CPO ജിതിൻലാൽ എന്നിവർക്ക് എതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഇവരെ താൽക്കാലികമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ മെയ് ഫറൂഖ് ACPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, മെയ് 24-ന് രാത്രിയോട് കൂടിയിട്ട് ഏകദേശം 11 മണിയോട് കൂടിയാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ 2 പേരും മദ്യപാനത്തിനിടെയുണ്ടായ ഒരു തർക്കമാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് കലാശിച്ചിട്ടുള്ളത്. കൊല്ലം സ്വദേശിയായിട്ടുള്ള സോളമൻ, ഈ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കൊല ചെയ്ത ആളും ഈ കൊല്ലം സ്വദേശിയാണ്. കൊല്ലം സ്വദേശിയായ ജോസാണ് സോളമനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നത്. ഇരുവരും തമ്മിലുണ്ടായ വാക്കേറ്റം, മദ്യപാനത്തിനിടെയുണ്ടായ വാക്കേറ്റമാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് കലാശിക്കുകയും ചെയ്തിട്ടുള്ളത്. സോളമൻ കഴിഞ്ഞ കുറേ കാലങ്ങളോളമായി ബേപ്പൂരിൽ തന്നെ കഴിയുകയായിരുന്നു. ഇതിനു മുൻപ് ഈ ബേപ്പൂരിൽ മുറി എടുത്തിട്ടുണ്ടായിരുന്ന മറ്റൊരാളുടെ പേരിലായിരുന്നു. ഈ ആളുകളെല്ലാം തന്നെ നാട്ടിലേക്ക് പോയ സമയത്തായിരുന്നു ഈ ഒരു കൊലപാതകം ലോഡ്ജിൽ വെച്ച് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് കണ്ടെത്തൽ. ഈ ഒരു സംഭവം, കൊലപാതകം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പോലീസ്, ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരും തന്നെ സ്ഥലത്തെത്തുകയോ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് ഈ ഒരു പ്രതിയെ, ജോസ് എന്ന പ്രതിയെ രക്ഷപ്പെടാൻ വഴിയൊരുക്കി എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആരോപണം. ഏതായാലും ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ പ്രതി മുങ്ങുകയും അതോടൊപ്പം തന്നെ പ്രതി ആദ്യം പോയിട്ടുള്ളത് കൊല്ലത്തേക്കായിരുന്നു. പിന്നീട് കൊല്ലത്ത് നിന്ന് കോയമ്പത്തൂരിലേക്കും കോയമ്പത്തൂരിൽ നിന്നും തൂത്തുക്കുടിയിലേക്ക് പോകുന്നതിനിടെയാണ് പ്രതിയെ പിടികൂടുന്നത്. ഈ പ്രതി അമ്മയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ച സമയത്തായിരുന്നു ഈ പോലീസിന് പ്രതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. പ്രതി പ്രധാനമായും കോഴിക്കോട്, പാലക്കാട് എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിനിടെ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ ഈ ഭാഗത്ത് നിന്നും ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഈ കേസ് അനന്തമായി നീളാനൊരു വഴി വെച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു കേസുമായി സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പുറത്തു വരുന്ന വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ഈ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുകയാണ് ദീപ്തി. ശരി. കോഴിക്കോട് ബേപ്പൂർ ലോഡ്ജിലെ കൊലപാതകത്തിൽ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. ബേപ്പൂർ സ്റ്റേഷനിലെ ഗ്രേഡ് SI, CPO എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കൊലപാതകം ഉണ്ടായെന്ന് അറിയിച്ചിട്ടും സ്ഥലത്തെത്താതിരുന്നതിനാണ് നടപടി. അബിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്.